അപ്പൊ മമ്മൂക്ക റീടേക്ക് ചെയ്യാൻ പറയും, ബേബി ഇപ്പോൾ ചെയ്ത സാധനം കിട്ടത്തില്ല, ഞാൻ വേറെ ആയിരിക്കും ചെയ്യുന്നത്. കാതലടക്കം, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അടക്കം ഞാൻ ചെയ്ത സിനിമകൾക്കെല്ലാം പിന്നെ കാണുമ്പോൾ ഭയങ്കര പ്രശ്നം തോന്നുന്നുണ്ട്. ഇപ്പം വളരെ സെൻസേഷൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റന്റ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റിയുള്ള ആളുകളെ ഒരു വലിയ ഷോയിലേക്ക് കൊണ്ടുവരുന്നതും നോർമലൈസ് ചെയ്യുന്നതും ശരിയല്ല, അത് കുട്ടികൾ കാണുന്ന ഷോയാണ് എന്ന് പറയുമ്പോൾ അജ്ഞതയാണ് കാരണം. ബോധം ഉണ്ടാവാൻ സാധ്യത ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഉപ്പും മുളക്, അതുപോലെ MIT മൂസ, മറിമായം തുടങ്ങിയ സീരിയലുകൾക്ക് സ്ക്രീൻ റൈറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സ്റ്റീഫൻ സ്പീൽബർഗിന്റെ ഡ്യൂവൽ എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്കയുടെ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, പേടിയുണ്ട്, കെട്ടിപ്പിടിച്ച് കരയുന്ന ഈ പറഞ്ഞ 2 സീൻസിനും ഒറ്റ ടേക്കേ ഉള്ളൂ. അതേ തുടർന്ന് ഞാൻ ബിസിനസ്സിലായി എൻ്റെ പഠിത്തം നിന്നു. ഭയങ്കര എന്നെ സംബന്ധിച്ച് പേഴ്സണലി നമ്മൾ ഭയങ്കര ഡൗൺ ആയി പോകുന്നു. പല ഇടങ്ങളിൽ ഞാൻ ബ്ലൂ ഫിലിം ചെയ്തു എന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ട്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടി ഇരുന്ന് കണ്ട സിനിമയാണത്. എനിക്ക് പ്രത്യേകിച്ച് അതിന്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സൈറ്റ്മെന്റ് പോകുന്നു. ഞാൻ ഒരു സാധനവും കാണാതെ കേൾക്കാതെ ഇരിക്കാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. പഴയ സിനിമകൾക്ക് കൂടുതലും അതിനും ചോദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, കൂടുതൽ റിപ്പീറ്റ് വാല്യൂ കൂടുതലുള്ള പോലെ തോന്നുന്നു. ലോകത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമകളുടെ ലിസ്റ്റിലോട്ട് കൊണ്ടുപോകും. ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് അഭിനയിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. നമുക്കായിട്ട് ഇപ്പോൾ ഒരു സിനിമ കഴിഞ്ഞു, ലാലേട്ടനുമായിട്ടൊരു സിനിമയ്ക്ക് സാധ്യതയുണ്ടോ, എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ നിന്നൊരു സിനിമ ചെയ്യുമ്പം രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് ഒരു സെൻസർഷിപ്പ് നേരിടേണ്ടി വരുന്നുണ്ട്. നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകൾക്ക് പോലും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ശ്രീനിവാസൻ പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യമാണ് അല്ലെ. സെൻസർ ചെയ്യാൻ ചെല്ലുമ്പോൾ അത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ അവർക്ക് ആഗ്രഹമുള്ള സിനിമകൾ മാത്രം സംഭവിച്ചാൽ മതി. മ്യൂസിക് എൻ്റെ ഒരു പാർട്ട് ഓഫ് ലൈഫാണ്. എൻ്റെ മോൻ്റെ പേര് മ്യൂസിക് എന്നാണ്. പിന്നെയാണ് ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ സ്വഭാവം കുറേ പ്രശ്നമുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ 36 ദിവസം ഒരു ബസ്സിൽ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടാക്കിയൊരു സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോരം ഓർമ്മകളുണ്ടാവും അല്ലേ. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തിയേറ്റർ റിലീസ് ഒന്നും ഉണ്ടായില്ല. അഭിനയിക്ക് ആ സിനിമ എന്നല്ല, സിനിമ എന്ന് പറയുന്ന ഒരു അതിനോടൊന്നൊരു പാഷനാണ്. ലോകം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായി. ടോവിനെ കാണും. അതെ, തീർച്ചയായിട്ടും ചാത്തന്മാർ വരട്ടെ. അതെ. അപ്പൊ ഒരു മേഡിനെ ഒന്ന് വെക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ അവസ്ഥ ഇല്ലായിരുന്നു ആ സമയത്ത്. ഇതൊക്കെ ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. അതെനിക്ക് തോന്നില്ല ഇനി എനിക്കൊരു ഒരു സിനിമയിൽ അത് പറ്റുമെന്ന്. 15 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ സിനിമയാണ്. ചില ആൾക്കാരൊക്കെ അത് തിയേറ്ററിൽ വന്ന സമയത്ത് തലവേദന എടുത്തു വരെ പറഞ്ഞു. അതുകൊണ്ടൊക്കെ അത് ഞങ്ങൾ സ്നേഹിക്കുക. ഇന്ന് നമ്മോടൊപ്പം 70mm ടോക്സിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഞാൻ മലയാളി പ്രേക്ഷകരെ ഒരു രീതിയിലും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു തിരക്കഥാകൃത്താണ്, അഭിനേതാവാണ്, സംവിധായകൻ. മലയാള സിനിമയ്ക്ക് ഒരുപടി കാതലുള്ള സിനിമകൾ സമ്മാനിച്ച് ശ്രീ ജിയോ ബേബി. വെൽക്കം ടു ദ ഷോസ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. കാതൽ പോലെ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലെയുള്ള മനോഹരമായ സിനിമകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് താങ്ക്സ് അലോട്ട്. സാറിനെ പറ്റി റിസർച്ച് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഷോർട്ട് ഫിലിം സീക്രട്ട് മൈൻഡ്സ് എന്നുള്ള പേരിലൊരു ഷോർട്ട് ഫിലിം 2007 പുറത്തിറങ്ങുന്നു. അതിനെ തുടർന്ന് കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് മോശമായൊരു അനുഭവം ഉണ്ടാകുന്നു, അഭിനയിച്ചവർക്കും സംവിധാനം ചെയ്ത ഉൾപ്പെടെ. പിന്നീട് അതിന് ശേഷം ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കയെ വെച്ചൊരു സിനിമ ചെയ്യുന്നു. അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു മികച്ച സിനിമയ്ക്ക്. കുറച്ചധികം സന്തോഷം തോന്നുന്നുണ്ട്. എങ്ങനെ തോന്നുന്നു? ഒരു ലൈഫ് കംസ് ടു ഫുൾ സർക്കിൾ എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ അല്ല, എൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം അല്ല അത്. എനിക്ക് അതിന് മുന്നേ ഒരു 7 ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ഈ ഒരു മീഡിയത്തിന് കുറച്ചെങ്കിലും എൻ്റെ കാര്യമായിട്ടൊന്നും ഒരു ഫിലിം മേക്കറൊന്നും ആവുമല്ലോ എന്നൊരു ഡൗട്ടൊക്കെ ഉള്ള ഒരു സമയത്ത് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് സീക്രട്ട് മൈൻഡ്സ്. അപ്പോൾ ഞാനത് കോളേജ് പഠിക്കുന്ന സമയത്ത് ചെയ്ത മീഡിയ സ്റ്റഡീസിലായിരുന്നു. അത് ഹോമോസെക്ഷൽ കണ്ടന്റ് ആയിരുന്നു. ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അതേ തുടർന്ന് ഞാൻ ബിസിനസ്സിലായി എൻ്റെ പഠിത്തം നിന്നു. ഭയങ്കര കാലത്ത് അത്തരത്തിലൊരു ഷോർട്ട് ഫിലിം ആദ്യമായി 2007 സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ അങ്ങനെ വലിയൊരു നമ്മളെ സംബന്ധിച്ച് പേഴ്സണലി നമ്മൾ ഭയങ്കര ഡൗൺ ആയി പോകുന്നു. പിന്നെ നമ്മുടെ പേരൻസ് ഒക്കെ നമ്മുടെ കൂടെ നിന്നിരുന്നു. പിന്നെ നമ്മൾ ആ സിനിമ തന്നെ ആയിരുന്നു നമ്മുടെ ലക്ഷ്യം. അങ്ങനെ കുറച്ച് കാലം മുമ്പേ ഇറങ്ങിയൊരു സിനിമ എന്നൊക്കെ വേണം നമുക്ക് വിളിക്കാം. ഇന്നത്തെ കാലത്ത് സൊസൈറ്റി ചിലപ്പോൾ അതിനെ എല്ലാവരിലും അംഗീകരിച്ചെന്ന് വരില്ല. ഇന്ന് അതെ കുറെ കൂടി മാറിയിരിക്കുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷം കാതൽ ചെയ്യുമ്പോൾ അത് കാരണം കാതൽ ചെയ്തതല്ല. കാതൽ ചെയ്യാൻ കാരണം കാതലിന്റെ തിരക്കഥ വേറെ 2 പേര്, ആദർശ് പോൾസൺ, അവർ ആ കഥ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടു. അന്ന് ചെയ്യാൻ തോന്നി. പിന്നെ ആകെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിനിമ, ഒരു ഷോർട്ട് ഫിലിം 2007 ചെയ്തപ്പോൾ കുറെ റിസർച്ച് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യരെ കുറിച്ചൊക്കെ അന്ന് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ. അപ്പോൾ ആ ഒരു പടം ചെയ്തതുകൊണ്ട് പിന്നീടും ആ സിനിമയ്ക്ക് ശേഷം ഹോമോസെക്ഷൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിലുള്ള പല മനുഷ്യരെ അറിയാം. അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈഡിൽ പങ്കെടുക്കുമായിരുന്നു.
അങ്ങനെയൊക്കെയുള്ള ഇൻഫോർമേഷൻ എനിക്ക് ആ ഒരു റിസർച്ച് ഗുണകരമായി. ഉണ്ടായിരുന്നു. അതിനൊരു തുടർച്ചയുണ്ടായിരുന്നു. ഇപ്പോൾ കാതൽ ചെയ്യാൻ അതൊക്കെ ഒരു കാരണം, അല്ലാതെ ആ ഒരു ഡിസ്മിസൽ കാരണം ഒരു ബന്ധവും ഇല്ല കാതലുമായിട്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു വേറൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഒരു തിരക്കഥയിലേക്ക് എത്തുന്നതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു സാറ് കൂടുതലും മറ്റ് സിനിമകൾ സ്വന്തമായിട്ട് തന്നെ റൈറ്റ് ചെയ്ത സിനിമകളായിരുന്നു. അതന്നെ. സാറിൻ്റെ സിനിമകൾ ഇപ്പോൾ കാതലായാലും ശരി, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആയാലും ശരി പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടുതലും സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമകളാണ്. അതും കാണുന്ന പ്രേക്ഷകർക്ക് ആർക്കാണെങ്കിലും യാതൊരു ഫിൽറ്ററും കൂടാതെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള സിനിമകൾ. അപ്പോൾ ഇത്തരത്തിൽ നേരിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഈ ചിത്രത്തിലൂടെ എനിക്ക് ലൈഫിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ള രീതിയിൽ ആരെങ്കിലും നേരിട്ട് ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ വന്ന് അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് ഞാൻ ഈ കാനഡ വന്ന ഇപ്പോൾ 2 ദിവസമായുള്ളൂ കാനഡയിലേക്ക് ആയിട്ട്. ഇതിൽ തന്നെ ഞാൻ പരിചയപ്പെട്ട 2 പേര് അവരുടെ ലൈഫിൽ ഒരുപാട് കാതൽ പോസിറ്റീവായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാനും കണ്ടിട്ടുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിട്ട് ഞാൻ പലരുടെയും കാര്യങ്ങൾ ഞാൻ നേരിട്ടും അല്ലാതെ മെസ്സേജസ് ആയിട്ടും ഒക്കെ ഫോൺ കോൾ ആയിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അധികം പേർക്ക് അറിയത്തില്ലാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ വായിച്ചതാണ്. ഉപ്പും മുളക്, അതുപോലെ MIT മൂസ, മറിമായം തുടങ്ങിയ സീരിയലുകൾക്ക് സ്ക്രീൻ റൈറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഒരു കഥ എന്താണ്, അതിൻ്റെ ബാക്ക് സ്റ്റോറി? നമ്മൾ ഈ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മുടെ പല സുഹൃത്തുക്കളും വഴിയാണ് അതിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. ഒന്ന് നമ്മൾ സിനിമയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പലതരത്തിൽ ശ്രമിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഴവിൽ മനോരമയിലെ മറിമായം 2010 11 മറ്റോ അത് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ സിദ്ധാർത്ഥ് ശിവ എന്ന് പറഞ്ഞ എൻ്റെ വളരെ അടുത്ത കൂട്ടുകാരനെ അഭിനയിക്കുന്നത്. അപ്പോൾ അവൻ വഴിയാണ് ഞാൻ അതിലേക്ക് എത്തുന്നത്. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് നമ്മുടെ റൈറ്റിങ്ങിൽ. കാരണം ഒരു സിനിമ എഴുതുന്നത് പോലെ അല്ലല്ലോ, അതെ, ഇന്ന സമയത്ത് എഴുതി കൊടുക്കണം എന്നുള്ളത് ഒരു കമ്പൽസറി. അപ്പോൾ ഒരു എപ്പിസോഡ് പോകണോ? അതെ, ഡെഡ് ലൈൻ വെച്ചിട്ടുള്ളൊരു ജോലി. എന്നാൽ അതൊക്കെ അത്യാവശ്യം ആസ്വദിച്ചൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് MIT മൂസ ഡയറക്ട് ചെയ്തിട്ടുള്ള അതിലേക്ക് എത്തുന്നു. അതാണ് ഞാൻ കൂടുതലും എഴുതിയിട്ടുള്ളത്. ഉപ്പുമുളകിന്റെ തുടക്ക സമയത്ത് എനിക്ക് തോന്നുന്നൊരു 25 എപ്പിസോഡ് വരെയൊക്കെയുള്ള എപ്പിസോഡുകളിൽ ഞാൻ വർക്ക് ചെയ്ത് സ്ക്രീൻ പ്ലേ സൂപ്പർവൈസറും സ്ക്രീൻ പ്ലേ റൈറ്ററും. അപ്പോൾ അതിങ്ങനെ പ്രയറായിട്ട് എഴുതുവാണ്. കാരണം ഉപ്പുമുളക് പോലുള്ള ചില അത്ര കണ്ടിന്യൂസ് എപ്പിസോഡ് പോകുന്ന സീരിയലുകൾ കുറേ എല്ലാം സെറ്റിൽ വന്ന് എഴുതുന്ന കണ്ടിട്ടുണ്ട്. പലരും അവരുടെ റൈറ്റേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രയർ ചെയ്തു വെക്കുവാണോ? കാരണം തുടങ്ങി അത് ഭയങ്കര സക്സസ്ഫുൾ ആയി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ എപ്പിസോഡിന്റെ എണ്ണം കൂടിയത്. അത് തുടങ്ങുന്ന സമയത്ത് ശനി ഞായറോ അല്ലെങ്കിൽ ആഴ്ചയിൽ 1 മറ്റോ ഉണ്ടായിരുന്നു. സോ അത്രയും ഒരു സമയം പ്രഷർ ഇല്ലായിരുന്നു. നമ്മൾ പല കാര്യങ്ങൾക്കും ഒരു മാസത്തിൽ എനിക്ക് തോന്നുന്നു 8 എപ്പിസോഡ് ആയിരുന്നെന്ന് തോന്നുന്നു. 8 ആണോ 4 ആണോ. അപ്പോൾ ഒരു മാസം 8 ദിവസമൊക്കെ ആയിരിക്കും അതിന്റെ ഷൂട്ട്. സോ ആദ്യത്തെ ഒരു ഏകദേശം ഒരു ഷൂട്ടും അടുത്ത ഷൂട്ടും നമ്മൾ ഒരു 10-20 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആലോചിക്കും, ചിലപ്പോൾ എഴുതും, ചിലപ്പോൾ ഈ ഡെഡ് ലൈൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഇങ്ങനെ സെറ്റിൽ പോയിട്ടൊന്നും എഴുതിയിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങൾ. കാരണം ഞാൻ അതിൻ്റെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മാറിക്കഴിഞ്ഞപ്പോൾ സക്സസ്സിലേക്ക് നമ്മൾ ആ സക്സസ് ആകുന്ന സമയത്ത് നമ്മളത് മാറി. ഞാൻ എഴുതി തുടങ്ങി എനിക്കൊന്ന് കുറച്ച് എപ്പിസോഡുകൾ പോയപ്പോൾ തന്നെ അത് എൻ്റെ എണ്ണം കൂട്ടാൻ. പിന്നെ വേറെ റൈറ്റേഴ്സ് ജോയിൻ ചെയ്തിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു ഒരാൾ കണ്ടിന്യൂസ് അതിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. കണ്ണൻ എന്ന് പറഞ്ഞ അഭിനയിക്കുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ ഒരു തിരക്കിന്റെ കൂടുതൽ സമയത്തും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷോ ആയിരുന്നല്ലോ. പിന്നെ ഉറപ്പായിട്ടും തീർച്ചയായും മുട്ടിയും അതൊക്കെ ഞാനും ഇപ്പം മറിമായാണേലും ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. ഈ 3 ഷോകളും വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഇപ്പം നമ്മൾ കാതലിനെ പറ്റി സംസാരിച്ചുകൊണ്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിക്കുകയാണ്. ഇപ്പം കാതൽ നല്ല രീതിയിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സിനിമയാണ് പേഴ്സണലി ഞാനും വിശ്വസിക്കുന്നു. ഒരുപാട് ആളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ട്. എന്നാലും ഇന്നും വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്കെങ്കിലും ഈ കമ്മ്യൂണിറ്റിയെ പറ്റി വേണ്ടൊരു അവയർനെസ് ഇല്ലാത്ത ആളുകളുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം ഞാനൊരു കോണ്ടെക്സ്റ്റ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തിടെ ഇപ്പം വളരെ സെൻസേഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റൻറ്റ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റിയുള്ള ആളുകളെ ഒരു വലിയ ഷോയിലേക്ക് കൊണ്ടുവരുന്നതും നോർമലൈസ് ചെയ്യുന്നതും ശരിയല്ല, അത് കുട്ടികൾ കാണുന്ന ഷോയാണ് എന്ന് പറയുമ്പം അങ്ങനെയുള്ളവരെ സമൂഹത്തിൽ നിന്ന് ഇപ്പോഴും മാറ്റി നിർത്തി കാണുന്ന ഒരു ചെറിയ ഭാഗം ആളുകളെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അവരെ സപ്പോർട്ട് ചെയ്തും സോഷ്യൽ മീഡിയയിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആളുകളെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം കാതലിനെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ ആ സമയത്ത് കാതൽ ഇറങ്ങി മലയാളത്തിൽ തന്നെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു റിവ്യൂവർ അതിനെപ്പറ്റി റിവ്യൂ ചെയ്ത സമയത്ത് ഈ വിഷയം ഇനിയും സംസാരിക്കേണ്ടതില്ല, ഇതെല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞു എന്നൊരു അഭിപ്രായം പ്രകടിപ്പിച്ച് കണ്ടിരുന്നു. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇനിയും കുറേ അധികം ആളുകൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. കാതൽ പോലെയുള്ള സിനിമകൾ ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്, ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അത് സിനിമയിൽ മാത്രമല്ല, സിനിമ അങ്ങനെ കുറേ ഉണ്ടായിട്ട് അല്ല, ഇപ്പൊ കാതൽ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായത് കൊണ്ട് ഉള്ള അവയർനെസ് മാത്രമല്ല, അവയർനെസ് ഉണ്ടായത് കൊണ്ടാണ് അല്ല പല സ്ട്രീമുകളിലൂടെ കാതൽ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവാൻ കാരണം തന്നെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള
പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു മാറ്റത്തിന്റെ ഭാഗം മാത്രമാക്കാം. തീർച്ചയായിട്ടും. അല്ലാതെ നമ്മൾ സിനിമ ചെയ്തത് കൊണ്ടുണ്ടാവുന്ന മാറ്റമല്ല, മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് സിനിമ തന്നെ ഉണ്ടാവുന്നത്. പിന്നെ ഈ പറഞ്ഞ റിഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാ കാലഘട്ടത്തും ഉണ്ട് അല്ലേ. തീർച്ചയായും. നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഇന്ന സമയത്ത് പോലും ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല പല വിഷയങ്ങൾ വളരെ പ്രോഗ്രസീവ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ പോലും വേറൊരു പറ്റം ആൾക്കാർ ഭയങ്കര പിന്നോട്ടായിരിക്കും ചിന്തിക്കുന്നത്. ഇത് എല്ലാ കാലത്തും ഉണ്ട്, ഇന്നും ഉണ്ട്, നാളെ ഉണ്ടാവുമായിരിക്കും. അതിനെ എന്താ പറയാ, മെല്ലെ മെല്ലെ അത് കുറെ മാറി മാറി വരും. അജ്ഞതയാണ് കാരണം. അത് ബോധമില്ലാത്ത തീർച്ചയായിട്ടും മനുഷ്യരാണ് അവർ എന്ന് നമുക്ക് പറഞ്ഞു വെക്കാനേ പറ്റുള്ളൂ. കുറെയൊക്കെ സർപ്രൈസിങ് ആയിട്ട് തോന്നും. കാരണം ഇപ്പൊ എന്റെ ഏജ് ഗ്രൂപ്പിലൊക്കെ ഉള്ള പലരും പോലും അങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഈ പുറത്തൊക്കെ നിന്ന് വളരുന്ന ആളുകൾ പോലും അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് പലപ്പോഴും കാണുന്ന എനിക്ക് സർപ്രൈസിങ് ആയിട്ട് തോന്നാറ്. നമുക്ക് ബോധം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്താശേഷി ഉള്ള ചിന്തിക്കാൻ പറ്റുന്ന അതായത് ഈ മനുഷ്യരുടെ കുറ്റമല്ലത്. അതായത് താങ്കളുടെ പ്രായത്തിലോ അതിലും ചെറിയ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ബോധം ഉണ്ടാവാൻ സാധ്യത ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന അവരെ ചൂസ് ചെയ്തതല്ല. തീർച്ചയായിട്ടും. നമ്മളിങ്ങനെ മാറി ചിന്തിക്കുന്ന എന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു സാമാന്യ ബുദ്ധിയും അല്ലെങ്കിൽ നമുക്ക് കാഴ്ചപ്പാടുകൾ തെറ്റാണെങ്കിൽ തിരുത്താനൊക്കെയുള്ള ശേഷിയുള്ളതുകൊണ്ടാണ് നമ്മളതെന്ന് തോന്നുന്നത്. അപ്പം നമുക്ക് അവരുടെ സാഹചര്യങ്ങൾ മാറ്റിയാൽ മതി. അവരുടെ വീടോ അല്ലെങ്കിൽ അവരുടെ ഒരു പഠിച്ചതോ തീർച്ചയായിട്ടും മൊത്തത്തിൽ മതവും എല്ലാം അതിൻ്റെ അകത്ത് പാർട്ടാണ്. അങ്ങനെ ഉണ്ടാകുന്ന ബോധമില്ലായ്മ നമുക്ക് ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. അത് നമുക്കിങ്ങനെ മെല്ലെ മെല്ലെ മാറി വരട്ടെ. ജിയോചേട്ടൻ്റെ ഫാമിലി എനിക്ക് തോന്നുന്നു ആ ഒരു രീതി വളരെ പ്രോഗ്രസീവായിട്ട് അന്നേ ചിന്തിച്ചിരുന്നു എന്ന് തോന്നുന്നു. കാരണം സീക്രട്ട് മൈൻഡ്സും അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ അല്ലേ, പേരൻസ് ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്യും. എൻ്റെ വീട് ഇപ്പം പ്രോഗ്രസീവ് ആണോ അല്ലയോ എന്നുള്ളത് ഒന്നും അതിനെ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ പറഞ്ഞ യുക്തി എന്ന് പറയുന്നൊരു സാമാന്യ ബോധം ഉണ്ടല്ലോ അല്ലേ. ഞാനൊരു ഫിലിം മേക്കറായി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു എൻ്റെ വീട്ടിലുള്ള എല്ലാവരും, എൻ്റെ ഉപ്പനും അമ്മയും ചേച്ചി അനിയത്തി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ വേറൊരു വിഷയം കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രമേ അവർ വിചാരിക്കുന്നുള്ളൂ. നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ പല ഇടങ്ങളിൽ ഞാൻ ബ്ലൂ ഫിലിം ചെയ്തു എന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ട്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടി ഇരുന്ന് കണ്ട സിനിമയാണത്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചൂസ് ചെയ്യുന്നതല്ലല്ലോ. കാതലിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിക്കുകയാണ്. ഞാനൊരു ഹ്യൂജ് മമ്മൂക്ക ഫാനാണ്. അപ്പം മമ്മൂക്കായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് സാറ് പ്രൊമോഷൻ സമയത്തൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി എടുത്ത് ചോദിക്കേണ്ട 2 സീനുകളാണ്. ഒന്ന് സാർ എക്സ്പെക്ട് ചെയ്യാവുന്ന പോലെ തന്നെ ഓമന എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യനെ കെട്ടിപ്പിടിച്ച് എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് കരയുന്ന ഒരു സീൻ. അത് എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ഒരു ഇംപ്രവൈസേഷനും കൂടി ആയിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ തൻ്റെ പിതാവിനെ മാത്യു എന്ന് പറയുന്ന ക്യാരക്ടർ കരയുന്ന 2 സീനുകൾ, അത് നേരിട്ട് ഷൂട്ട് ചെയ്തപ്പം ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഒരു നമുക്കിടെ ഒരു ആക്ടിങ്ങിലുണ്ടായ ഒരു ഹൈ നമുക്ക് കിട്ടുമല്ലോ അത് കാണുമ്പം. അത് ടുവേർഡ്സ് സിനിമ ഷൂട്ട് തുടങ്ങി എനിക്ക് തോന്നുന്നൊരു ഒരു ഓൾമോസ്റ്റ് പകുതിയൊക്കെ ആയപ്പോഴാണ് ആ സീനുകളൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കവിടെ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ടെൻഷനുണ്ട്, പേടിയുണ്ട്. കാരണം മമ്മൂക്കയെക്കുറിച്ച് ഒരുപാട് ദേഷ്യപ്പെടുന്ന ആളാണ്. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല പൊതുവെ വർക്ക് റിലേറ്റഡ് ടെൻഷൻസ് ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേ ഇത് ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ വന്നിരുന്നു. നമുക്കിടെ തന്നെ പ്രൊഡക്ഷനിലൂടെ ആയിരുന്നു ഷൂട്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുന്നേ. അപ്പോൾ നമുക്ക് വന്നപ്പോൾ ഒരു പ്രശ്നമില്ല. നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടായാൽ മതി. എന്താ ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ അതിന് ആൻസർ ഉണ്ടാവും. നമുക്ക് ആൻസർ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ഒരു സിനിമയുടെ കൂടെ യാത്ര ചെയ്ത ഒരാളാണ്. അതായത് ഞങ്ങൾ ആദ്യം പോയി കഥ പറയുമ്പം തൊട്ടും ആ സിനിമയിലെ ഒരുപാട് മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേയിൽ ഭയങ്കര ഇന്നായിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാളെ സംബന്ധിച്ച് അങ്ങനെ നമ്മളൊന്നും നമ്മൾ ഈ ഓരോ ദിവസവും ഇന്ന സീന എടുക്കുന്നതെന്ന് പറയാന്നുള്ളതല്ലാതെ അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്നും, കാരണം എല്ലാം മമ്മൂക്കയ്ക്ക് അറിയാം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ 2 സീൻസ് എടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ നമുക്കതിന് മുന്നേ എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് അറിയാൻ സിനിമോട്ടോഗ്രാഫർ സാരു അല്ലെങ്കിൽ പോൾസൺ, ആദർശ്, ഞങ്ങൾ 3 പേർക്കും ഈ എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ടുണ്ട്. കാരണം നമുക്ക് റിഹേഴ്സൽ ഇല്ല, റിഹേഴ്സൽ ചെയ്യാറില്ല. അപ്പോൾ ജ്യോതികയാണെങ്കിലും അവരും ഭയങ്കരമായിട്ട് ഇതിൻ്റെ അകത്ത് ക്യാരക്ടർ എല്ലാം പഠിച്ചിട്ടാണ് വരുന്നത്. സോ നമുക്കിത് കാണാൻ, നമ്മളൊരു സിനിമ കാണാൻ വെയിറ്റ് ചെയ്യുന്ന ഈ മോണിറ്ററിന്റെ മുന്നിൽ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യും. അത് കാണും. സാലുവും യുഫെൻഡറും എന്നെ ഇങ്ങനെ നോക്കും. ഈ കെട്ടിപ്പിടിച്ച് കരയുന്ന ഈ പറഞ്ഞ 2 സീൻസിനും ഒറ്റ ടേക്കേ ഉള്ളൂ. ഓ, എനിക്ക് നമുക്ക് തന്നെ പറഞ്ഞിരുന്നു എന്നല്ലേ, ഞാൻ ഇങ്ങനെ ഒരു സാധനം കൂടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. എൻ്റെ ദൈവത്തിനത് പറയുന്നത് നമുക്ക് അന്നേരം ഇംപ്രവൈസ് ചെയ്തതാണ്. അത് എന്നോട് പറഞ്ഞിരുന്നു, ബേബിക്ക് വേണ്ടെങ്കിൽ കളഞ്ഞോളം. അതുണ്ടാക്കിയൊരു ഇമ്പാക്ട് ഭയങ്കര.
കാരണം കാതൽ ഞാൻ താമസിക്കുന്ന ഒട്ടാവല. അപ്പോൾ ആ ഒരു സിനിമ കാണാൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു 300 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ടൊറൻറ്റോയിൽ വന്നാൽ കണ്ടത്. എനിക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. ആ സീൻ ഭയങ്കര രീതിയിൽ വർക്കായിരുന്നു. വലിയ സന്തോഷം ഒരു സിനിമ കാണാൻ. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. അത്ര എഫേർട്ട് ഇട്ട് വരാറുണ്ട്. എനിക്ക് ആദ്യ ഷോ തന്നെ കാണണമെന്ന് എപ്പോഴും ഉണ്ട്. എനിക്ക് 2 ദിവസം വൈകിയാൽ ചിലപ്പോൾ എനിക്ക് അവിടെ നിന്ന് തന്നെ കാണാം. നമ്മൾ ചില സിനിമകൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മാക്സിമം കാണാൻ നോക്കും. എനിക്ക് പ്രത്യേകിച്ച് അതിന്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സൈറ്റ്മെന്റ് പോകുന്നു. ഞാനും അതെ. ഇപ്പൊ എന്താ ലോക കാണാൻ എനിക്ക് വന്ന സിനിമ ഇറങ്ങി 3 ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഞാൻ ഒരു സാധനവും അറിയാതെ കാണാതെ കേൾക്കാതെ ഇരിക്കാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അതെ, എന്നാലും ആ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് കറക്റ്റ് ആയിട്ട്. അതെ, എനിക്കറിയില്ലായിരുന്നു ഇതായിരുന്നു സംഭവം. അറിയാതെ തരത്തിലും അറിയാതെ പോയത്. ഇന്നത്തെ കാലത്ത് ഒരു സിനിമയെ കുറിച്ച് ഒന്നും അറിയാതെ തിയേറ്ററിലോട്ട് ബുദ്ധിമുട്ടാണ്. അറിയാതെ സോഷ്യൽ മീഡിയ ഒന്ന് ഓപ്പൺ ആക്കി കാണുമ്പോൾ പെട്ടെന്ന് സ്വൈഫിന്റെ സ്പീഡ് കൂട്ടുകയൊക്കെ ചെയ്താല് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഇന്റർവെല്ലിലൊക്കെ ആ ഒരു റിവ്യൂല് കാര്യങ്ങൾ അറിയാതെ ഭയങ്കര ഹൈ ആയിരുന്നു. യുടെ ഒരു സിനിമകളുടെ ഒരു കാണുന്നതിലുള്ളൊരു ജോണർ എങ്ങനെയാണെന്ന് അറിഞ്ഞേക്കുള്ള ഒരു ടേസ്റ്റ്. എല്ലാ തരം സിനിമകളും കാണുമോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ജോണർ ഉണ്ടോ? ഇല്ല, നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എല്ലാ സിനിമകളും ഇഷ്ടമാണ്. ഇപ്പോൾ എന്താ ഇപ്പൊ ലോക ഞാൻ 2 തവണ തിയേറ്ററിൽ പോയി കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പോകുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പൊ രേഖാചിത്രം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ എനിക്ക് ആവേശം നല്ല ഇഷ്ടപ്പെട്ടു. ആവേശം കണ്ട് ഇമോഷണൽ ആയെന്ന് കേട്ടിരുന്നു. ചെറിയ സീനുകൾ കണ്ടാൽ പോലും പെട്ടെന്ന് ഇമോഷണൽ ആകുന്നത് എനിക്ക് ഭയങ്കര കൊതി തോന്നിയ ഒരു സിനിമ. അതായത് അങ്ങനെ ചില സിനിമകളോട് നമുക്ക് വല്ലാത്ത ഇഷ്ടം. സ്റ്റീഫൻ സ്പീൽബർഗിന്റെ ഡ്യൂവൽ എന്ന് പറഞ്ഞ സിനിമ, അത് ഭയങ്കരമായിട്ട് ഒരു ഫിലിം മേക്കർ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയാണ്. സ്പീൽബർഗിന്റെ ആദ്യത്തെ സിനിമയാണ് അത്. നമുക്ക് ഇൻസ്പയർ ചെയ്യുന്ന ടൈപ്പ് സിനിമകളാണ്. എന്തെങ്കിലും ചെയ്യണം. ഇൻസ്പിറേഷൻ അല്ല, നമ്മൾ ആ സിനിമ കണ്ട അന്ന് നമ്മുടെ മെയ്ഡ് മൈ ഡേ എന്നൊക്കെ പറയത്തില്ലേ, ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫുൾഫിൽഡ് ആയിട്ടുള്ള. അതെ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സിനിമകളുണ്ട് ഇപ്പൊ മലയാളത്തിലാണെങ്കിലും അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ 50 തവണ കണ്ട സിനിമയാണെങ്കിലും പഴയ സിനിമകളെല്ലാം അങ്ങനെയാണല്ലോ. അതെ, ഒരുപാട് സിനിമകളുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഈ പറയുന്ന നമ്മളെ ചിന്തിപ്പിക്കാൻ മീൻസ് എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന എല്ലാത്തരം സിനിമകളും. പഴയ സിനിമകൾക്ക് കൂടുതലും അതിനും ചോദിക്കുകയാണ്, കൂടുതൽ റിപ്പീറ്റ് വാല്യൂ കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ടോ? അത് എന്തുകൊണ്ടായിരിക്കും? അന്നേരത്തെ ആക്ടേഴ്സിന്റെ ഒരു അഭാവം എന്നുള്ളത് കൊണ്ടാണോ, അതോ അന്ന് അത്ര? അല്ല, ആക്ടേഴ്സ് അന്നും ഇന്നും ഒക്കെ കിടിലൻ ആക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ആക്ടേഴ്സിനൊന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പൊ സത്യനന്ദിക്കാടൊക്കെ അദ്ദേഹത്തിന്റെ അതെ, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട്. നമുക്ക് തോന്നും ഇപ്പൊ ശങ്കരാടി ചേട്ടനെ പോലെ ആളിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ആ രൂപത്തിലുള്ള ഒരാളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് മിസ് ചെയ്യും. ഇപ്പം സത്യ സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, സാർ അവരോട് ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് പുതിയ വരുന്ന ഒരുപാട് പേരിൽ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള, ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് അഭിനയിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ ഇപ്പം എനിക്കെന്താ ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് വെച്ചാൽ ആ സിനിമകൾക്ക് ക്വാളിറ്റി ഉണ്ട് അല്ലേ. നമ്മൾ മണിച്ചിത്രത്താഴ് മലയാളികളെല്ലാം ചിലപ്പോൾ മോർ ദാൻ 50-100 കണ്ട്. തീർച്ചയായിട്ടും അല്ലേ, അതൊരു പഴയ സിനിമ ആയ ഒരു ഫീൽ നമുക്ക് വരുന്നില്ല. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമ, മലയാളത്തിലെ സിദ്ദിഖ് ലാലിന്റെ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. പിന്നെ ഉറപ്പായിട്ടും നമുക്ക് സിനിമകളിൽ ഒന്നാ, ലോകത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമകളുടെ ലിസ്റ്റിലോട്ട് കൊണ്ടുപോകും ഞാൻ. തീർച്ചയായിട്ടും. അപ്പോൾ അതേപോലെ എലിപ്പത്തായും ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ അരവിന്ദന്റെ സിനിമകൾ ഇഷ്ടമാണ്. ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ഡിജോ എൻ്റെ ഫ്രണ്ടും സംസാരിച്ചുകൊണ്ടിരുന്നത് സ്പടികം എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച്, അല്ലെങ്കിൽ ഭദ്രന്റെ ഫിലിമോഗ്രഫിയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ ഭയങ്കര ബ്രില്യൻ ഫിലിം മേക്കേഴ്സ് ആയിരുന്നു അല്ലേ. സ്പടികം അഡ്രസ് ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പേരന്റിങ്ങിനെ കുറിച്ചാണ് ആ സിനിമ പറയുന്നത് എന്നൊക്കെ ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ തോന്നും. അപ്പോൾ നമ്മൾ എന്തിനാ സ്പടികത്തെ കുറിച്ച് സംസാരിച്ചതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. എന്തോ പറഞ്ഞപ്പോൾ നമ്മുടെ ഡെയിലി സംസാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതൊക്കെ വരാതെ നമ്മൾ കണ്ടുപോകുന്ന സിനിമകളായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമുക്ക് ഇപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിൻ്റെ മഹേഷ് നാരായണൻ ചിത്രത്തിലേക്ക് ഒക്ടോബർ 1-ാം തീയതി ജോയിൻ ചെയ്യുന്ന അവരുടെ ടീമിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. എത്രത്തോളം സന്തോഷം തോന്നുന്നു? അദ്ദേഹത്തെ ഈ ഒരു സമയത്ത് കോൺടാക്ട് ചെയ്തിരുന്നോ? അടുത്ത് ഞങ്ങൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്, മറുപടി പറയാറുണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ എന്താ പറയുക, അതെ, തിരിച്ചു വരിക എന്നുള്ള വാർത്ത തന്നെ നമ്മളെല്ലാവരെയും പോലെ സന്തോഷത്തോടെ. ഉറപ്പായിട്ടും. കാരണം അദ്ദേഹത്തെ മിസ് ചെയ്യുന്ന പോലെ നമുക്ക് തീർച്ചയായിട്ടും തോന്നാറുണ്ടായിരുന്നു. കാരണം അദ്ദേഹം എപ്പോഴും സിനിമയിലല്ലെങ്കിൽ പോലും മറ്റ് സോഷ്യൽ ഇവന്റുകളിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും എപ്പോഴും ഒരു പ്രസൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു
മേജർ മിസ്സിംഗ് ആയിരുന്നു അദ്ദേഹം. അതെ, ഒരു ആദ്യമായിട്ട് തിരിച്ചു വരട്ടെ. തിരിച്ചു വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു സിനിമയും അല്ലേ നമ്മളെല്ലാവരും വെയിറ്റ് തീർച്ചയായും മോഹൻലാൽ ഒരുമിച്ചുള്ള ഒരു സിനിമയിലേക്ക് വരും. വലിയൊരു സിനിമയിലേക്ക് വരുന്നു. തീർച്ചയായിട്ടും അത് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമയാണത്. നമ്മുടെ ഒരു വളരെ കൂട്ടുകാരൊക്കെ അതിൽ ജോലി ചെയ്യുന്നുണ്ട് ആ സിനിമയിൽ. നമുക്ക് അത് FDFS ലോക്ക് നമുക്കായിട്ട് ഇപ്പോൾ ഒരു സിനിമ കഴിഞ്ഞു. ലാലേട്ടനുമായിട്ടൊരു സിനിമയ്ക്ക് സാധ്യതയുണ്ടോ? എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടായി വരണം. റീസെൻ്റ് ആയിട്ട് വിനീത് ശ്രീനിവാസൻ്റെ കരം എന്നുള്ള സിനിമ റിലീസ് ചെയ്തിരുന്നു. അപ്പം ചിത്രത്തിൻ്റെ ഒരു പ്രൊമോഷണൽ ഇവൻറ്റിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, ഇപ്പം ഒരു ഡയറക്ടർ ഇന്നത്തെ കാലത്ത് ഒരുപാട് കത്രികകളുടെ ഇടയിൽ നിന്നിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. ഉദാഹരണത്തിന് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നൊരു സിനിമ ചെയ്യുമ്പം അതിന് പൊളിറ്റിക്കലായിട്ടും രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് ഒരു സെൻസർഷിപ്പ് നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകൾക്ക് പോലും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പം നമ്മളൊരു ഓവർസീസ് ബിസിനസ് നോക്കിയാൽ പോലും ചില രാജ്യങ്ങളിൽ ചർച്ച ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാതലിന് എനിക്ക് തോന്നുന്നൊരു സൗദി അറേബ്യയിലെ ഒരു ബാൻ നേരിട്ടിരുന്നു എന്ന് തോന്നുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു സ്ട്രെസ് ഫീൽ ചെയ്യാറുണ്ടോ ഒരു കണ്ടന്റ് ആലോചിക്കും? അത് ഇപ്പോൾ വരെ ഇല്ല. പക്ഷേ വിനീത് ശ്രീനിവാസൻ പറഞ്ഞത് കുറേയൊക്കെ വളരെ സത്യസന്ധമായ കാര്യമാണ് അല്ലേ. നമ്മൾ തീർച്ചയായിട്ടും ഒരു കാര്യം ആലോചിക്കുമ്പോൾ അയ്യോ ഇതിവിടെ പ്രശ്നമാവും എന്നുള്ളൊരു ഫീൽ വന്നാൽ നമ്മൾ എങ്ങനെ സിനിമ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ നമ്മുടെ സിനിമകൾക്കൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള സെൻസർഷിപ്പ് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. സോ നേരിടേണ്ടി വന്നേക്കാം. അത് ഉറപ്പായിട്ടും അല്ലേ. ഇത് നമുക്കറിയാം മാത്രമല്ല, കാരണം ഒരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് പണം വേണം അല്ലേ. അപ്പോൾ നമ്മളൊരു സിനിമ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് സെൻസറിങ് അല്ലേ. കോടിക്കണക്കിന് രൂപ ഇട്ട ഒരു പ്രോഡക്റ്റ് സെൻസർ ചെയ്യാൻ ചെല്ലുമ്പോൾ അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഫിലിം മേക്കർക്ക് ഉണ്ടാകുന്ന സങ്കടമൊക്കെ മനസ്സിലാക്കാം. പക്ഷെ അതേപോലെ ആ പൈസ മുടക്കിയ ഒരാൾ എന്ത് ചെയ്യും? സോ എല്ലാവരും ഇതിൻ്റെ അകത്ത് മാറാനുള്ള ടെൻഡൻസി ഉണ്ട്. പ്രശ്നമായിട്ടുള്ള സിനിമകളൊന്നും നമ്മൾ ഉണ്ടാക്കണ്ട എന്ന് ഒരു പ്രൊഡ്യൂസർ സ്വാഭാവികമായി പറഞ്ഞു പോകും. അപ്പോൾ അത് ഇവിടുത്തെ എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെ അവർക്ക് ആഗ്രഹമുള്ള സിനിമകൾ മാത്രം സംഭവിച്ചാൽ മതി എന്നൊക്കെയുള്ള തോന്നലുകളെ ശക്തിപ്പെടുത്തുക. അപ്പം അതൊരു കാരണം പ്രൊഡക്ഷൻ സൈഡിൽ നമുക്ക് അങ്ങനെ ഒരു ഇത് വരുമ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആയി പോകും. അതെ. തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ ജിയോചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ടൈറ്റിൽസിൽ പറഞ്ഞതിൽ അഭിനേതാവ് പറഞ്ഞു, തിരക്കഥാകൃത്ത് പറഞ്ഞു, ഡയറക്ടർ പറഞ്ഞു. പക്ഷേ അടുത്താണ് ഞാൻ മനസ്സിലാക്കിയത് ജിയോചേട്ടൻ ഒരു നല്ല സിംഗർ കൂടിയാണെന്നുള്ളത്. ജിയോചേട്ടൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ കൊട്ടുപാട്ട് എന്നുള്ള ലേബലിൽ ഒരുപാടധികം പാട്ടുകൾ വരുന്നതായിട്ട് കണ്ടു. ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്യാൻ പറ്റുമോ? ഞാനതിങ്ങനെ ഭയങ്കര ആസ്വദിക്കാറുണ്ട്. ഭയങ്കര നമ്മൾ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. എനിക്കൊന്ന് അത്രയേറെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അതിങ്ങനെ എന്താ പറയുക, അത് ഒരു സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോകളാണ്. വേറെ ആരും ഉണ്ടാവും. സെൽഫിയിൽ കൂടിപ്പോയാൽ എൻ്റെ പാർട്ട്ണർ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ. വേറെ ആൾക്കാരുള്ളപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് പാട്ട് പാടാനൊക്കെ ഭയങ്കര പ്രശ്നമുള്ള ഓൺലൈനൊക്കെ പാട്ട് പാടിയെന്ന് ജിയോചേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ പോലും ജിയോ ബേബി മ്യൂസിക്കിന് കൊടുത്തിട്ടുണ്ട്. മ്യൂസിക് എൻ്റെ ഒരു പാർട്ട് ഓഫ് ലൈഫാണ്. എൻ്റെ പണ്ട് മുതലേ. ഇപ്പോൾ എൻ്റെ മോൻ്റെ പേര് മ്യൂസിക് എന്നാണ്. അപ്പോൾ ഓർക്കുട്ട് ഒക്കെ ഉള്ള കാലമില്ല, ഓർക്കുട്ട് പഴയ ഫേസ്ബുക്കിന് മുന്നേ. അപ്പോൾ അതിൽ തന്നെ എൻ്റെ അക്കൗണ്ടിൻ്റെ പേര് ജിയോ ബേബി മ്യൂസിക്. സംഗീതത്തോട് ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ പാടാൻ ചോദിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഒരു നെർവസ് ആയി പോകും, ഭയങ്കര ടെൻഷനായി പോകും. ഞാൻ എൻ്റെ ഏറ്റവും കംഫർട്ട് സ്പേസിലിരുന്ന് പാടുകയും ഭയങ്കര ചമ്മലോടുകൂടി ഇതെന്താവും ആൾക്കാരെന്തെങ്കിലും വിചാരിക്കുമോ എന്നൊക്കെ വിചാരിച്ചാണ് ഓരോന്ന് അപ്ലോഡ് പോലും ചെയ്യുന്നത്. ഞാൻ പാടി വെച്ചിട്ടുള്ള ഒത്തിരി പാട്ടുകൾ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. പല പാട്ടുകളും നൈസായിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. എനിക്ക് എന്താ പോലെയൊക്കെ തോന്നും ചില സമയത്ത്. ചില മൂഡിൽ അങ്ങ് അപ്ലോഡ് ചെയ്യുന്നത് എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്താ പാടാത്തെ. ഇതുപോലെ ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ ചോദിക്കും ഒരു പാട്ട് പാടാം. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കോളേജിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേറൊരു മൂഡിലും ഒക്കെ ആയിരുന്നു. കാരണം ആ ഒരു പ്രായം അപ്പോഴും എനിക്ക് ഭയങ്കര ചങ്കിടിപ്പുണ്ടായിരുന്നു ഈ പാട്ട് പാടുന്ന ഒരു സമയത്ത്. ആളുകളുടെ മുമ്പിൽ വെച്ച് പാടുന്ന സമയത്ത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മേനെ നിർബന്ധിച്ചിട്ടായിരുന്നു ഈ സ്റ്റേജിലൊക്കെ കയറ്റി വിടുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ആ ഒരു സമയം, ഈ പാട്ട് പാടുന്ന സമയം. പക്ഷെ നന്നായിട്ട് പാടുന്നുണ്ട് ജിയോചേട്ടൻ്റെ ക്ലാസ്സുകൾ. എനിക്ക് ഇപ്പം പാടിയാലൊരു മൂഡില്ലാത്ത കുഴപ്പമില്ല. അത് സംവിധായകൻ എന്നുള്ള രീതി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റാത്തതാണ് ജിയോ ബേബി ആസ് ആൻ ആക്ടർ. കാരണം ജിയോചേട്ടൻ്റെ എനിക്ക് ഏറ്റവും പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ശ്രീധന്യ കാറ്ററിംഗ് സർവീസിലെ ആ ഒരു ക്യാരക്ടർ.
പ്രത്യേകിച്ച് ആ ശൈലിയിലുള്ള ക്യാരക്ടേഴ്സ് ജിയോ ചേട്ടൻ ചെയ്യുമ്പം എനിക്ക് എൻ്റെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ആളുകൾ, ഇടുക്കി കോട്ടയം ഭാഗത്തൊക്കെ കാണുന്ന ആളുകളുടെ ആ ഒരു ശൈലി ഭയങ്കര രസമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അതിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ മീശ സിനിമയിൽ കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള, അധികം സംസാരിക്കാത്ത ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ചെയ്തപ്പോൾ പോലും വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയും പ്രതീക്ഷിക്കുന്നു ഏതെങ്കിലും പുതിയ പ്രോജക്റ്റുകൾ ആസ് എൻ ആക്ടർ? ഉണ്ട്, കുറച്ച് സിനിമകൾ വരാനുണ്ട്. കുറച്ച് സിനിമകളിൽ ഇപ്പോൾ നാട്ടിൽ തിരിച്ച് വന്നിട്ട് അഭിനയിക്കാൻ 1-2 സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ രസമായിട്ടുണ്ട്, നന്നായിട്ട്. തീർച്ചയായിട്ടും എല്ലാം ഇപ്പം ശ്രീധരനെ കേട്ട സപ്പോസ് ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കഥാപാത്രം. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അത് എല്ലാവരും ഒത്തിരി പേര് അധികം ആ സിനിമ അധികം ആൾക്കാർ കണ്ടിട്ടില്ല. പക്ഷെ കണ്ടിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ അതിൻ്റെ റീലുകളൊക്കെ ഭയങ്കരമായിട്ട് ഈ ഇടയ്ക്ക് അത് കുറച്ചുകൂടെ എനിക്കത് കണ്ട ആ സമയത്ത് തന്നെ കണ്ടാണ്. എനിക്ക് ആദ്യം കോട്ടയം ഇടുക്കിയിലൊക്കെ ഉള്ള മനുഷ്യർക്ക് അത് കുറെ കൂടെ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും അത് ഞാനൊരു സിനിമാക്കാരനായില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു നാട്ടിലെ ലൈഫ് ആണ് അത്. അതായത് ആ കഥാപാത്രത്തിന്റെ പേര് തന്നെ സിബി എന്നാ, എന്നെ വീട്ടിൽ വിളിക്കുന്ന സിബി എന്നാ. ഞാൻ ഇങ്ങനെ സിനിമയൊന്നും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ നാട്ടിൽ തന്നെ നിൽക്കുമായിരുന്നെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെ ലൈഫിന്റെ ഒരു പോർഷനിൽ നിന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ സാമാന്യ യുക്തിയും ബുദ്ധിയും ഒക്കെ ബോധം ഒക്കെ ഉള്ള, അല്ല ഞാൻ അതേ ലൈഫാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു 25, 26, 27, 28 വയസ്സൊക്കെ വരെ. പിന്നെയാണ് ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ സ്വഭാവം കുറേ പ്രശ്നമുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റിയതും കുറച്ചൊക്കെ ഭയങ്കര നന്നായെന്നല്ല, ആ ഒരു ലൈഫിൽ മാറിയ ഒരു നല്ലൊരു വൈബിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ചെയ്തതിൽ ഭയങ്കര ഏറ്റവും ഇഷ്ടമുള്ള സിനിമയാണ്. അതെ, എനിക്ക് അതോട് കണക്ട് ചെയ്ത് അതുപോലെ തന്നെ ഒരു സിനിമയായിരുന്നു തോന്നുന്നു. ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് ഞാൻ കഴിഞ്ഞിടയ്ക്ക് ശ്രദ്ധിച്ചതാണ്. അന്നന്ന് വേണ്ടുന്ന ആഹാരം എന്നുള്ള ഒരു ഷോർട്ട് ഫിലിം. അതും ആ ഒരു ശൈലിയിൽ തന്നെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോവിഡിന്റെ സമയത്ത്. അതെ, പക്ഷെ അതൊരു ചെറിയ സമയം കൊണ്ട് തന്നെ വളരെ വലിയൊരു മെസ്സേജ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഷെയർ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, ഭക്ഷണത്തിന്റെ രസമായിരുന്നു. ഇങ്ങനെ കോവിഡായിട്ട് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഒരു കടയിൽ പോലും പോകാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട്, ഞാനും എൻ്റെ വൈഫായിരുന്നു. അതെ, ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും എൻ്റെ അഭിനയിച്ചു. അടിപൊളിയായിരുന്നു, രസമായത്. കാരണം അതിന്റെ ലിമിറ്റഡ് ടൈമിൽ അത് പറയാന്ന് പറയുന്നതും ചെറിയ കാര്യമല്ല. നല്ല ഷോർട്ട് ഫിലിം ആയിരുന്നു. ഒരു ഫൺ റൗണ്ട് രീതി ചോദിക്കുകയാണ്. കുറച്ച് ക്യാരക്ടേഴ്സിന്റെ പേരുകൾ ജിയോചേട്ടന്റെ ഫിലിമോഗ്രഫി എന്ന് തന്നെ ഞാൻ പറയും. അതേ സിനിമയിലാണെന്നൊന്നും ഗസ് ചെയ്യാൻ പറ്റുമോ ശ്രമിക്കാം. ഞാനാകെ 6-7 സിനിമ ചെയ്തിട്ടുണ്ട്, പറയാൻ പറ്റുമായിരിക്കും വിചാരിക്കുന്നു. ആദ്യത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ളത് തന്നെയാണ്. മാത്യു ദേവസി. കാതൽ. ഷിനോയ്. ശ്രീധന്യ. കറക്റ്റാണ്. അതെന്താ ഉറപ്പായിട്ടും ഞാൻ പറയൂലേ, ഞാൻ ഉണ്ടാക്കിയ കഥ ഓർത്തിരിക്കും. കാരണം ഇത്രയധികം സിനിമകൾ എന്ന് പറഞ്ഞാലും 10-20 ക്യാരക്ടേഴ്സ്, 10 സിനിമയൊക്കെ 30 സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഓർക്കണമായിരിക്കും. എന്നാലും ചോദിക്കും. ഔസേപ്പച്ചൻ. ഔസേപ്പച്ചൻ കുഞ്ഞൻ ദൈവം. കാരണം രണ്ടാമതൊരു പേരൂടെ ഉണ്ടായിരുന്നു, ജോസഫ് എന്നുള്ളൊരു ക്യാരക്ടറുടെ പേരുണ്ടായിരുന്നു. ജോസ്മാൻ. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിനെ പറ്റി ചോദിക്കുക. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ടോവിനോ നല്ല രീതിയിൽ അതിൽ സപ്പോർട്ട് ചെയ്യുന്നു. ആസ് എ പ്രൊഡ്യൂസർ ഓൾസോ ഈ സപ്പോർട്ടഡ്. അതെ, കിലോമീറ്റേഴ്സ് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള സിനിമ. അതായത് നമുക്ക് എല്ലാ കാലത്തും മീൻസ് എനിക്ക് അത് ഉണ്ടാക്കിയൊരു രീതി, ട്രാവൽ ചെയ്ത് ടോവി, ഇന്ത്യ ജാർവിസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ നായിക, എല്ലാവരും മീൻസ് എൻ്റെ അസിസ്റ്റൻസ്, ആർട്ട്, കോസ്റ്റ്യൂം, മേക്കപ്പ്, പ്രൊട്ടക്ഷൻ, ഞങ്ങളെല്ലാവരും കൂടെ ഒരു ബസ്സിൽ യാത്ര ചെയ്ത്, ടോവിയും ആ ബസ്സിലാണ്, ഈ പെൺകൊച്ച് അമേരിക്കയിൽ നിന്ന് വന്ന പുള്ളിക്കാരത്ത് ഇന്ത്യ ബസ്സിലാണ്, ഞങ്ങളെല്ലാവരും കൂടെ 36 ദിവസം ഒരു ബസ്സിൽ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടാക്കിയൊരു സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോരം ഓർമ്മകളുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അതങ്ങനെ അത് നിർമ്മിച്ചത് ടോവിയാണ്. ടോവിയുടെ വളരെ അടുത്ത സുഹൃത്ത് റംഷി എഫ് എന്നവർ. അപ്പോൾ അതൊരു ആ സിനിമ ഉണ്ടാക്കിയ രീതിയും ആ സിനിമയും ഒക്കെ നല്ലൊരു ഞാൻ ഭയങ്കര ആയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു. അത് ഒരുപാട് കാലം മനസ്സിലുണ്ടായിരുന്നു ആ കഥ അങ്ങനെ. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തിയേറ്റർ റിലീസ് ഒന്നും ഉണ്ടായില്ല, കോവിഡ് വന്ന പ്രശ്നമൊക്കെ. എന്നാലും ഡയറക്റ്റ് ഏഷ്യാനെറ്റ് റിലീസ്, പിന്നെ നെറ്റ്ഫ്ലിക്സിലുണ്ട്. രസകരമായിട്ടുള്ള സിനിമയായിരുന്നു. അതിൽ വീർ സിംഗ് എന്ന് പറഞ്ഞ ക്യാരക്ടർ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ സിദ്ധാർത്ഥ് ശിവ ചെയ്ത ക്യാരക്ടർ രസമായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പമാണ് അതിന് കാരണം. അപ്പം ഞാൻ ആ കഥാപാത്രം എൻ്റെ മനസ്സിലുണ്ടാകുന്ന സമയം തൊട്ട് ഇത് സിദ്ധാർത്ഥാണ് എൻ്റെ മനസ്സിൽ. പുള്ളി ആ ഒരു പാലാ കോട്ടയം ശൈലിയിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്ന ആ ഒരു സീനൊക്കെ രസമുണ്ടായിരുന്നു. 2010 എഴുതിയൊരു സ്ക്രീൻ പ്ലേ 2018 ഷൂട്ട് ചെയ്യുന്നത്. 8 വർഷത്തോളം അവനായിരുന്നു എൻ്റെ മൈൻഡിൽ.
അത് എഴുതുന്ന സമയത്ത് ആപ്റ്റായിരുന്നു കറക്റ്റ് പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇപ്പം പുള്ളിനെ കാസ്റ്റ് ചെയ്യണോ. പക്ഷേ എൻ്റെ ഒരു നിർബന്ധത്തിലായിരുന്നു, അത് എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ ഒരു നല്ലൊരു ടീം വർക്കായിരുന്നു സിനിമ. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയല്ലോ എന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കും. തീർച്ചയായിട്ടും നല്ലൊരു സിനിമയായിരുന്നു. അല്ല മീൻസ് അങ്ങനെ ഒരു എല്ലാവരുടെയും ഭയങ്കര ഒരു സഹകരണം കൊണ്ടും ഇപ്പം ആ സിനിമ ചെയ്ത് കണ്ടിട്ട് ആൻ്റെ ചേട്ടൻ ആ സിനിമ വാങ്ങിച്ചതും ബാക്കി ആ സിനിമയുടെ പരിപാടികളൊക്കെ ചെയ്തതൊക്കെ ബിസിനസ് ചെയ്തതും ഒക്കെ. അപ്പോൾ അങ്ങനെ കുറേ ഇപ്പോൾ ആൻ്റെ ചേട്ടൻ തന്നെയാണ് എന്നെ മമ്മൂക്കയുടെ അടുത്തേക്ക് എത്തിക്കുന്നത് കാതലിന്. അപ്പോൾ ആ ഒരു സിനിമ നമ്മൾ കണക്ട് ചെയ്ത് ആലോചിച്ചാൽ ഒരുപാട് എനിക്ക് സിനിമകൾ എപ്പോഴും കണക്ട് ചെയ്താ വരുന്നതെന്ന് തോന്നുന്നു. കാരണം ഇപ്പം മമ്മൂക്കയാണെങ്കിലും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു ഫാക്ടർ ആയിട്ടുണ്ട് കാതലിലേക്ക്. ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടിട്ട് മമ്മൂക്ക എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കാതൽ എന്ന് പറഞ്ഞൊരു സിനിമ പറയാൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സംഭവിക്കുന്നത്. നമുക്ക് മമ്മൂക്കയ്ക്ക് ആ സിനിമയോടുള്ളൊരു ഇഷ്ടമോ റെസ്പെക്റ്റ് ഒക്കെയാണ്. അതുപോലെ കിലോമീറ്റേഴ്സ് ഞാൻ ആൻ്റെ ചേട്ടനോട് പറഞ്ഞു എനിക്ക് മമ്മൂക്കയുടെ ഒരു കഥ പറഞ്ഞപ്പോൾ ആൻ്റെ ചേട്ടൻ പെട്ടെന്ന് ആൻ്റെ ചേട്ടനാണ് ആദ്യം കഥ കേട്ടിട്ട് മമ്മൂക്കയിലേക്ക് എത്തിച്ചു. അങ്ങനെയാണ് ആ സിനിമ കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാ സിനിമകളും നമ്മൾ പരിചയപ്പെടുന്ന മനുഷ്യരും ഒക്കെ കണക്റ്റഡാണ്. ഇപ്പോൾ ടോവി എങ്ങനെ കിലോമീറ്റേഴ്സിൽ വരുന്നതെന്ന് ചോദിച്ചാൽ ടോവി എൻ്റെ 2 പെൺകുട്ടികൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഉണ്ടായിരുന്നു. ഒരു ദിവസം വന്നിട്ട് 2-3 സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധം. അപ്പോൾ എന്തിനാണ് ടോവി അങ്ങനെ വന്ന് അഭിനയിക്കുന്നത് അല്ലേ ഇന്നിപ്പോൾ അല്ലേ സിനിമകളിൽ എപ്പോഴും അങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ചിലപ്പോഴൊക്കെ ടോവിനോയ്ക്ക് ആ സിനിമ എന്നല്ല, സിനിമ എന്ന് പറയുന്ന ഒരു അതിനോടൊന്നൊരു പാഷനാണ്. ടോവി 2 പെൺകുട്ടികളിൽ അഭിനയിക്കാൻ വരുമ്പോൾ എനിക്കൊന്ന് എന്ന് നിന്റെ മൊയ്തീൻ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഈ സിനിമയിൽ വന്ന് അഭിനയിക്കുന്നു. അതായത് 2 പെൺകുട്ടികൾ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഡയറക്ടറാണെന്ന് പറഞ്ഞ് ഞാൻ ഡയറക്റ്റായിട്ട് ടോവിനെ വിളിക്കുക. അപ്പോൾ ടോവി എനിക്കറിയാം, ആ പടത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് അവാർഡുകളും ഫെസ്റ്റിവലിലൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് അറിയാം. ഇതിലൊരു 10 മിനിറ്റ് ഒക്കെ ഉള്ളൊരു ക്യാരക്ടർ ഒരു ദിവസം മതി വരാൻ ചോദിക്കുമ്പോൾ വരികയും അതിനൊരു പൈസ പറയാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അയാൾ ഇന്ന് ഇപ്പോൾ അല്ലേ അദ്ദേഹം ഒത്തിരി അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ കുറിപ്പിനകത്ത് ആണെങ്കിലും അദ്ദേഹം ആ ഒരു ചെറിയ ക്യാമിയോ ആണെങ്കിലും അത്രയേറെ പാഷനേറ്റ് ആയതുകൊണ്ട് അതെ അത്രയും പാഷനേറ്റ് ആണ്, അത്രയും ഹാർഡ് വർക്കിംഗ് ആണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ലോകം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായി ടോവിയെ കാണുന്നത്. അതെ തീർച്ചയായിട്ടും. ചാത്തന്മാർ വരട്ടെ. അതെ ഇപ്പൊ ടീച്ചർ വന്നിട്ട് ഹിറ്റ്ലറെ കൊന്നല്ലെന്ന് ഞാൻ പറഞ്ഞ ഞാൻ ഇതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലെ. അങ്ങനെ ഡയലോഗ് ഒരു ഫിലിം മേക്കർ എഴുതി ഹിറ്റ്ലറെ കൊന്നു നീ എല്ലാം ചോദിക്കും. തീർച്ചയായിട്ടും നമ്മുടെ എക്സ്പെക്ടേഷൻ അത് ടോവി ചോദിക്കുന്നു. ആ ഒരു ടീച്ചർ തന്നെ നമുക്ക് ഒരു ഗൂസ് ബംസ് തന്നു. അതെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനെ പറ്റി ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. അതിലേക്ക് വരാനുള്ളൊരു സാഹചര്യം ജിയോച്ചേട്ടൻ്റെ ലൈഫിൽ തന്നെ കുറച്ചധികം അടുക്കള ജോലി ചെയ്യേണ്ട വന്നപ്പോഴാണ്. അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു? അത് തന്നെ, ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനും ഞങ്ങൾ 2 പേരും കൂടെ ആയിരുന്നു അടുക്കളയിലെ ജോലികൾ ചെയ്യുന്നത്. അപ്പോൾ 2 പേരും ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങ് പോയി. അപ്പോൾ ഒരു മെയ്ഡിനെ ഒന്ന് വെക്കാനുള്ളൊരു ഫിനാൻഷ്യൽ അവസ്ഥ ഇല്ലായിരുന്നു ആ സമയത്ത്. പിന്നെ പുള്ളിക്കാരത്തി 2ാമത് പ്രഗ്നൻ്റ് ആയ സമയത്ത് പിന്നെ ആ സമയത്ത് അവൾ കുറച്ച് പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഫോക്കസ്ഡ് ആയപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പറച്ചിൽ ഭയങ്കര ഈസി ആയിരുന്നു. അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിൽ ഞാൻ അനുഭവിച്ച ആ കഥയാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. എൻ്റെ അനുഭവമാണ്. ഞാൻ വേറെ ഒരു പെണ്ണിനെ കണ്ടിട്ടൊന്നും ഉണ്ടാക്കിയതല്ല. എൻ്റെ അനുഭവത്തിലാണ് എനിക്ക് ഈ പെണ്ണുങ്ങളുടെ ലൈഫ് എന്ത് ഹൊറിബിളാണെന്ന് മനസ്സിലായി. എനിക്കൊരു സിനിമ കാണാൻ പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല, ഒന്നും പറ്റാത്ത. രാവിലെ 6 മണിക്ക് അടുക്കള കയറി രാത്രി 10-11 ആയാലും തീരാധികം വർക്ക് അവിടെ. ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഈ ആർട്ടിൻ്റെ ഏരിയയിൽ നിൽക്കുന്നതായിട്ട് നമുക്കിതൊരു സിനിമയാക്കണം എന്ന് ഞാൻ ആദ്യം എൻ്റെ പാർട്ണറുടെ അടുത്ത് ബീനയുടെ അടുത്ത് തന്നെ പറയുന്നത് ഒരു സിനിമയാക്കണം. അപ്പോൾ അതെല്ലാവരെയും എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. എൻ്റെ അനിയത്തിയോട് പറയുമ്പോൾ പെട്ടെന്ന് ഈ സിനിമ ഉണ്ടാക്കാൻ അവൾ പറയും. പിന്നെ ഞാൻ ആലോചിച്ചു, ഒരുപാട് പിള്ളേരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും ലൈഫ് അതങ്ങനെയാണ് ആ സിനിമ ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ ആ ജോലി ചെയ്യാൻ അടുക്കള കയറിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ആ ഏരിയ ഞാൻ നമ്മളത് ചിന്തിക്കത്തില്ല. അതെ അല്ല, അതുണ്ടാക്കിയ ഒരു ഇമ്പാക്ട് വളരെ വലുതായിരുന്നു. കാരണം ആ ഒരു സിനിമ കണ്ട ഒരാൾക്കും എനിക്ക് തോന്നുന്നില്ല അവനവൻ കഴിച്ച പാത്രം അവനവൻ കഴിയാതെ പോകുന്നു. അത്ര വലിയൊരു ഇമ്പാക്റ്റ് സിനിമ കൊടുത്തിട്ടുണ്ട്. അതെ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ, സന്തോഷം. തീർച്ചയായിട്ടും. സാറിൻ്റെ തന്നെ സിനിമകൾ സാറൊന്ന് റേറ്റ് ചെയ്യാൻ രീതിയിൽ ചോദിക്കുകയാണ്. ഞാൻ 2 സിനിമകൾ പറയും, സാറിൻ്റെ ഫേവറേറ്റ് ഏതാണെന്നുള്ളത്. ശ്രീധന്യ കാറ്ററിംഗ് സർവീസ്, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഏതായിരിക്കും സാറ്? എനിക്ക് അതിൽ ഫേവറേറ്റ് അങ്ങനെ ഇതൊക്കെ ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളുണ്ടാക്കിയ സിനിമകളോടെല്ലാം നമുക്ക് ഒരേ പ്രിയം ഉണ്ടാവും, അടുപ്പമുണ്ട്. ഇപ്പോൾ ഇതിലൊട്ടും ശ്രദ്ധിക്കപ്പെടാത്ത സിനിമയാണ് ശ്രീധന്യ കാറ്ററിംഗ് സർവീസ്. അതുകൊണ്ട് മാത്രം. പിന്നെ എനിക്കത് ഫേവറേറ്റ് ആകുന്ന എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു മേക്കിങ്ങിലും അതിൻ്റെ എഡിറ്റിങ്ങിലും ഒക്കെ കുറേ പരിപാടികൾ ട്രൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നില്ല ഇനി എനിക്കൊരു സിനിമയിൽ അത് പറ്റുമെന്ന്, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ കൈൻഡ് ഓഫ് സിനിമയിൽ അത് ട്രൈ ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതാരും കണ്ടിട്ടില്ല,
എന്നാൽ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അതൊന്ന് കണ്ടു നോക്കിയേക്കാൻ ആരെങ്കിലുമൊക്കെ വിചാരിക്കുമെങ്കിൽ അങ്ങനെ സ്നേഹം പാട്ടും അളക്കത്തില്ല. രണ്ടും എനിക്ക് എൻ്റെ മക്കളാണെന്ന് പറയുന്നത് പോലെ എനിക്ക് അത് ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നി, കാരണം ഒരു ഡയറക്ടറിന് ഒരിക്കലും അങ്ങനെ അങ്ങനെ ഷീറ്റ് ചെയ്യാൻ പറ്റുമോ. അത് ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാട്ടോ പ്രശ്നം. ഇപ്പം ഞാൻ തന്നെ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫിലിമിൽ വരും ചെയ്തതിൽ. കാരണം അത് ചെയ്യുമ്പോൾ കുറേ പുതിയ ആൾക്കാരെ വെച്ചിട്ടൊരു സിനിമ ചെയ്യുന്നു, പുതിയ എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മേക്കിംഗ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഞങ്ങളതിങ്ങനെ അതിൻ്റെ ഇപ്പം ഞാനും സാലുവും ഫ്രാൻസിസ് എൻ്റെ ക്യാമറമാനും എഡിറ്റർ ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ സാലുവിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻ, ആൾ എഡിറ്റിങ്ങിൽ ഭയങ്കര അബ്രപ്റ്റ് കട്ടുകളൊക്കെ യൂസ് ചെയ്ത് ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഫിലിം മേക്കിംഗ് എന്ന് വേണമെങ്കിൽ അതിനെ എനിക്കും തീർച്ചയായിട്ടും കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടണം തോന്നിയിട്ടുള്ള സിനിമ തന്നെയാണ് ശ്രീധന്യ കാറ്ററിംഗ് സർവീസ്. കുറേ അധികം ആളുകളും കൂടെ കണ്ട് ഇഷ്ടപ്പെടും. അതെ, അതിന് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് അത് മാർക്കറ്റിംഗ് ശരിയായിട്ടില്ല നമ്മുടെ സൈഡിൽ. പിന്നെ സിനിമയ്ക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കാം, അതുകൊണ്ടായിരിക്കാം ആൾക്കാർ കൂടുതൽ കാണാത്ത ആൾക്കാർ നോക്കുമ്പോൾ. എനിക്ക് ചെയ്തതിൽ എൻ്റെ അത് ഞാനും കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ സിനിമ ഒക്കെ കഴിഞ്ഞിട്ടിരുന്ന് കാണുമ്പോൾ, ഇൻക്ലൂഡിങ് കാതലടക്കം, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അടക്കം ഞാൻ ചെയ്ത സിനിമകൾക്കെല്ലാം പിന്നെ കാണുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട്. അത്തരത്തിൽ ശ്രീധന്യം പ്രശ്നബാധിതമാണ്. പക്ഷെ എന്നാലും അങ്ങനെ ചില സിനിമകൾ കാണുമ്പോൾ എനിക്കിങ്ങനെ തോന്നാറുണ്ട്, ഇത് കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തി അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടാൽ എത്തിയേക്കാം. കാരണം ഇപ്പം ഇത് അങ്ങനത്തെ സിനിമയാണ്. അതുപോലെ ഇപ്പം ജനമൈത്രി എന്ന് പറയുന്ന സിനിമ സാറ് കണ്ടിട്ടില്ല, ഭയങ്കര രസമുള്ള സിനിമ. പിന്നെ ജനമൈത്രി നമ്മുടെ ഒരു ഫേവറേറ്റ് സിനിമ ലിസ്റ്റിലുള്ള പടമാണ്. ഞാൻ റൈറ്ററോട് സംസാരിച്ചിട്ടുണ്ട്, ഭയങ്കര ഫണ്ണാണ്. അതെ, ഞങ്ങൾ എപ്പോഴും ഇരുന്ന് ഒരു സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നമ്മൾ പഴയ സിനിമകളെയൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് സംസാരിക്കത്തില്ലേ, പല ഡയലോഗുകളും. അതെ, അപ്പോൾ അത് ഞങ്ങൾ ഒരുപാട്, പ്രത്യേകിച്ച് എൻ്റെ കാതലിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഞാനും മിക്കവാറും ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു ഒരു സമയത്ത് ജനമൈത്രി. അടുത്ത ശ്രീധന്യ കാറ്ററിംഗ് സർവീസ്, 2 പെൺകുട്ടികൾ. പെട്ടെന്ന് ചൂസ് ചെയ്തു പോയാൽ അല്ല, ഇതിനാണ് നമ്മൾ ഒരു ഫൺ മോഡിൽ ചൂസ് ചെയ്തു പോയാൽ ശ്രീധന്യ കാറ്ററിംഗ് സർവീസ്. ഓക്കെ, ശ്രീധന്യ കാറ്ററിംഗ് സർവീസ്, കുഞ്ഞു ദൈവം. ശ്രീധന്യ കാറ്ററിംഗ് സർവീസ്. ശ്രീധന്യ കാറ്ററിംഗ് സർവീസ്, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ശ്രീധന്യ കാറ്ററിംഗ് സർവീസ് കൂടുതൽ ആളുകൾ കാണണം തീർച്ചയായിട്ടും അല്ലേ. ഞാനത് മാർക്കറ്റ് ചെയ്യും. മാത്രമല്ല എനിക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്നേ ഞാൻ പറയട്ടെ. അത് എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മുടെ ഒരു ഗ്രൂപ്പിനെ ഒന്നിച്ച് ക്രിയേറ്റ് ചെയ്ത സിനിമ എന്നുള്ള ഒരു പേഴ്സണൽ അത് ഉണ്ടാക്കിയ രീതികളോ ഈ പറഞ്ഞ പോലെ നമ്മൾ കിലോമീറ്റേഴ്സിന്റെ പറഞ്ഞ പോലെ 15 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ സിനിമയാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ആക്ച്വൽ ഇവന്റ് പോലെ അങ്ങ് ചെയ്യുമായിരുന്നു. 2 ക്യാമറ അതിനു വേണ്ടി ഉപയോഗിച്ചു. അതിന്റെ ക്യാമറ ചൂസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ അത് പലരും അതിന്റെ ഒരു മേക്കിംഗ് ഒക്കെ ഭയങ്കര അമച്ചറാണ്. അത് കണ്ടാൽ എന്തോ ഒരു സിനിമ എടുക്കാൻ അറിയാത്തില്ല ഇവന്മാർക്ക് എന്ന് തോന്നും. വലിയ സിനിമ എടുക്കാൻ അറിയാവുന്നതല്ല, ഡെലിബറേറ്റ് ആയിട്ട് അത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള ക്യാമറ ഇവിടെ ഇല്ലാഞ്ഞിട്ട് ബോംബെ നിന്നൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര പൈസയൊക്കെ അതിനൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. സിംഗ് സൗണ്ടിൽ അത് ചെയ്തു. ഈ ബിരിയാണി വെക്കുന്നതാണ് അതിൻ്റെ കഥ. അത് ഒരു 3-4 ദിവസം, എനിക്ക് 2-3 ദിവസം മറ്റോ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി. എങ്ങനെയൊക്കെ അതിൻ്റെ പ്രോസസ്സ് ഞങ്ങളെല്ലാവരും ചേർന്ന് ബിരിയാണി ഉണ്ടാക്കുക, അതിൻ്റെ ഡയലോഗ്സ് ഫൈൻ ട്യൂൺ ചെയ്യുക, എന്നിട്ട് അങ്ങ് ഷൂട്ട് ചെയ്യുമായിരുന്നു. ഭയങ്കര ഒരു രസമായിരുന്നു. അതിൻ്റെ ഫിലിം മേക്കിംഗ് ഭയങ്കര. ഇപ്പോൾ സാലൂരാണെങ്കിലും അങ്ങനെ ഒരു ട്രൈ ഇനി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. മീൻ കുറച്ച് ഷേക്കിയാണ് പടം. ഓക്കെ, ചില ആൾക്കാരൊക്കെ അത് തിയേറ്ററിൽ വന്ന സമയത്ത് തലവേദന എടുത്തു വരെ പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ അതിന്റെ ട്രെയിലറിലെ കമന്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര രസകരമായ കമന്റുകളുണ്ട്. ഈ നമ്മൾ ക്രിയേറ്റീവായി ചെയ്ത പല കാര്യങ്ങളും അങ്ങനെ കണക്ട്. ഞാൻ അതിനെയും ആ കമന്റുകളെയും വളരെ ക്രിയേറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിടയ്ക്ക് സാലുവിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ആൾക്കാര് തമാശയായിട്ട്, അതൊരു ക്രിയേറ്റിവിറ്റി ആണല്ലോ. ഒരു കാര്യത്തിനെ ഫണ്ണായിട്ട് അല്ലേ, അതിനെ അധിക്ഷേപിക്കുന്നൊന്നും ഇല്ലാത്ത കമന്റുകളാണ്. അപ്പോൾ ഞങ്ങൾ അതും ആസ്വദിക്കുന്നുണ്ട്. നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അപ്പൊ സാലുവിന് എനിക്ക് പിന്നെയും സാലുവിന് ഒരിക്കലും ചിലപ്പോൾ ഒരു സിനിമാറ്റോഗ്രാഫർക്ക് അങ്ങനത്തെ ഒരു ട്രൈ പറ്റത്തില്ല. അതുകൊണ്ടൊക്കെ അത് ഞങ്ങൾ സ്നേഹിക്കുക. സാറിന് സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് അതിൻ്റെ റൈറ്റിംഗ് പ്രോസസ്സ്? ഇപ്പോൾ അത് കണ്ടിന്യൂസ് എഴുതി പോവാണോ അതോ ഫുൾ മൈൻഡിൽ എത്തിയതിന് ശേഷം ഒറ്റ ഇരുത്തിൽ എഴുതി തീർക്കും? ഒറ്റ ഇരുത്തിലൊന്നും എഴുതി തീർന്നിട്ടില്ല. വലിയ പാടായിരിക്കും എനിക്ക് ഒരു പ്രോസസ്സ്. ജീത്തു ജോസഫ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹം അറ്റ് എ ടൈം കുറേ അധികം സിനിമകൾ മൈൻഡിലുണ്ട്, അത് ഫുള്ളി കണക്ട് ആയതിനു ശേഷമായിരിക്കും ചിലപ്പോൾ എഴുതി തുടങ്ങും. പല രീതിയിലല്ലേ. ഇപ്പം ഏതോ സിബി മലയിൽ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് കിരീടം ലോക് സാറ് ഒരു റൂമിൽ കയറിയിട്ട് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ കയറി കഥ കടച്ച് കഥ തുറന്ന് സ്ക്രീൻ പ്ലേ ആയിട്ട് പുറത്തോട്ട് വരികയാണ്. സോ ഓരോ മനുഷ്യർ ഓരോ രീതിയിൽ അവരുടെ പ്രോസസ്സ്. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഞാൻ ഫസ്റ്റ് ആദ്യം ആലോചന തുടങ്ങിയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ 3 വർഷം എടുത്ത് നിന്ന് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ ഈ 3 വർഷവും എല്ലാ ദിവസവും ഇരുന്ന് ആലോചിച്ചു എഴുതുമോ എന്നുള്ളതല്ല. അത്രയും പ്രോസസ്സ് നടന്നാലേ
പെട്ടെന്ന് ഒരു തിരക്കഥ എഴുതിയിട്ടില്ല. നല്ല സമയമെടുക്കും. കാരണം നല്ല സമയമെടുക്കും. തീർച്ചയായും ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്. നമുക്ക് ഡയറക്റ്റ് ചെയ്ത സമയത്ത് നമുക്കൊരു രണ്ടാമതൊരു ടേക്ക് പോകുന്ന സമയത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ടെൻഷൻ തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? സപ്പോർട്ടീവ് ആണ്. അങ്ങനെ ഒരുപാട് ടേക്കുകൾ പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊക്കെ സിനിമ ഫുള്ള് നമ്മളെപ്പോലെ ആ സ്ക്രീൻ പ്ലേയിലുള്ള ഒരാൾ ആണ് പെർഫോം ചെയ്യുന്നത്. അപ്പം ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത് റീടേക്കുകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ വളരെ എന്താ പറയുക, ഈ റീടേക്ക് എന്തിനാണെന്നുള്ളത് ക്ലാരിറ്റി ഉണ്ടായാൽ മതി. പലതും റീടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ആദ്യത്തെ എടുത്ത് വെച്ചിരിക്കും. അപ്പം നമുക്ക് റീടേക്ക് ചെയ്യാൻ പറയും, ബേബി ഇപ്പോൾ ചെയ്ത സാധനം കിട്ടത്തില്ല, ഞാൻ വേറെ ആയിരിക്കും ചെയ്യുന്നത്, എടുത്തു എന്ന് പറയും. അതിന് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. റീടേക്ക് ഒക്കെ ഒരു ആക്ടറിന്റെ നെക്സ്റ്റ് ചാൻസ് ആയിട്ടല്ലേ. അവരൊക്കെ റീടേക്ക് വന്നെന്നോർത്ത് ആരും അങ്ങനെ പ്രശ്നത്തിലൊന്നും പോകത്തില്ല അല്ലേ. നമുക്ക് എല്ലാവർക്കും റീടേക്ക് എന്ന് പറഞ്ഞാൽ എന്താ, സിനിമയെ മാത്രം അല്ലേ. നമുക്ക് ഇനി എടുക്കാം, എനിക്ക് ഒന്നുകൂടെ എടുക്കാം, എന്റെ സിനിമാറ്റോഗ്രാഫർക്ക് ഒന്നുകൂടെ ടേക്ക് ചെയ്യാം അല്ലേ. പ്രത്യേകിച്ച് ഡിജിറ്റൽ ക്യാമറകളൊക്കെ വന്ന സമയത്ത് അതെ, ആർട്ടുകാർക്കും കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, ഇവർക്കെല്ലാം ഒരു അവസരം കിട്ടും ഒന്നുകൂടെ എടുക്കാൻ. അപ്പോൾ റീടേക്കിനെ നമ്മളൊരു സെക്കൻഡ് ചാൻസ്, നെക്സ്റ്റ് ചാൻസ് ആയിട്ടാണ് കാണുന്നത്. അത് ആക്ടേഴ്സ് ഉള്ളത് തന്നെയാണ്, അല്ലാതെ റീടേക്ക് വന്നോർത്ത് ആരും പ്രശ്നത്തിലൊന്നും ആവത്തില്ല. ഇപ്പോൾ ജിയോചേട്ടൻ ഇപ്പം കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ ഇപ്പം കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ശ്രീധന്യ കാറ്ററിംഗ് സർവീസ് ആണെങ്കിൽ ഒരു ഫൺ മോഡിൽ പോകുന്ന സിനിമകളാണ്. എങ്കിൽ പോലും കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന ഒരു ഫിലിം മേക്കർ എന്നുള്ള ഒരു ലേബൽ ഒത്തിരി ആളുകളുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരുന്നു ജിയോചേട്ടനെ പറ്റി കേൾക്കുമ്പോൾ. അതൊന്ന് പൊളിച്ചെഴുതാനുള്ള ഒരു പ്ലാൻ ഉണ്ടോ? ഒരു കൊമേഴ്ഷ്യൽ നമ്മൾ മനഃപൂർവ്വം പൊളിച്ചെടുത്തതല്ല. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ ആയിട്ട് വരേണ്ട സിനിമയായിരുന്നു കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഞാൻ അങ്ങനത്തെ സിനിമകൾ അങ്ങനെ ചെയ്യാനിരുന്ന വളരെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കഥകളൊക്കെ ആയിരുന്നു ആലോചിച്ചിരുന്നത്. അപ്പോൾ അത് എൻ്റെ മൂന്നാമത്തെ സിനിമയായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ആദ്യം പോയി 2 പെൺകുട്ടികൾ ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഓപ്പണിങ് കിട്ടുന്നില്ലായിരുന്നു. കാരണം ഒരു ഇൻഡസ്ട്രിയിലോട്ട് ആദ്യം വരുന്നൊരു ഫിലിം മേക്കറെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രൊഡ്യൂസർ ട്രസ്റ്റ് ചെയ്യണം. ഞാൻ കാര്യമായ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല, ഒരുപാട് സിനിമയിൽ അസിസ്റ്റ് ചെയ്തിട്ടില്ല. സോ ഞാൻ തന്നെ കണ്ടെത്തിയ വഴികളിലൂടെ ചെയ്ത സിനിമയാണ് ഈ 2 പെൺകുട്ടികൾ. അത് കഴിയുമ്പോൾ കുഞ്ഞു ദൈവം ചെയ്തു. സോ അത് കഴിഞ്ഞിട്ടാണ് കിലോമീറ്റേഴ്സ് സംഭവിക്കുന്നത്. അപ്പോൾ കിലോമീറ്റേഴ്സ് സംഭവിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഫിലിമോഗ്രാഫിയിൽ കുറച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമ വേണമല്ലോ എന്നുള്ള ആലോചന നടക്കുന്ന സമയത്താണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതും അത് ഞാൻ സിനിമയാക്കിയതും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ഇനി ഞാനും അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ്, അതായത് നമുക്ക് അടുത്ത സിനിമയിൽ കുറച്ച് പാട്ടും ഡാൻസും ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഡാൻസ് കളിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ള ഒരു സിനിമ ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് ആലോചിക്കുക. അങ്ങനെ ഒരു എഴുത്തിൻ്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കാതലിൻ്റെ സ്ക്രീൻ പ്ലേ വരുന്നത്. ആ കാതല് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കാതലിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കെന്നാൽ ഇതോടെ ചെയ്തിട്ട് അതിലേക്ക് അത് ഡെലിബറേറ്റ്ലി ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല. അതായത് നമ്മുടെ പേര് ഇങ്ങനെ സീരിയസ് സിനിമകളുടെ ഒരാളാണ്, അതൊന്ന് മാറ്റിയേക്കാന്നല്ല. നമ്മൾ അങ്ങനത്തെ സിനിമകൾ ഓൾറെഡി പ്ലാൻ ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും നമ്മളെ ബാധിക്കുന്ന സിനിമ നമ്മൾ ചെയ്യണം. നമുക്കൊരു എൻ്റർടൈനർ ഉണ്ടാക്കണം എന്നുണ്ട്. ആ എൻ്റർടൈനർ ഈ പറയുന്ന നമുക്ക് മാത്രം തോന്നിയാൽ പോലെ കാണുന്ന എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യുമ്പോഴാണ് സക്സസ് ആകുന്നത്. അപ്പം അത്തരം സിനിമകൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ കാതലൊക്കെ വന്നതും. ഞാൻ എഴുതിയ സിനിമ അല്ലല്ലോ, വേറെ വരുവാണല്ലോ. വന്നപ്പോൾ അതിനെ നമ്മൾ വിട്ടുകളഞ്ഞ നമുക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നോക്കാം, ചെയ്യാം. തീർച്ചയായിട്ടും വലിയൊരു ചാൻസ്. അതെ, അതുകൊണ്ടാണ് നമ്മളത് ചെയ്തത്. എന്തായാലും പാട്ടും ഡാൻസും ആക്ഷനും ഒക്കെ ഉള്ള സിനിമകൾ ഓൾറെഡി നമ്മുടെ ഈ പറഞ്ഞ പേര് മാറ്റാൻ വേണ്ടി മനഃപൂർവ്വം എടുക്കുന്നതല്ല. നമ്മൾ അത്തരം സിനിമകളുടെ ആലോചന തന്നെയായിരുന്നു. ഇനിയും ഒരുപാട് നല്ല ക്യാരക്ടേഴ്സായിട്ട് ഞങ്ങൾ എൻ്റർടൈൻ കഴിയട്ടെ, നല്ല സിനിമകളുമായിട്ട് ഞങ്ങൾ അത്ഭുതപ്പെടുത്താൻ കഴിയട്ടെ. ഇത്രയും നേരം ഞങ്ങളോട് സംബന്ധിച്ചതിന് താങ്ക് യു സോ മച്ച്.